തിന്നതിനാൽ അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. ഡബിൾ പണിയാവുന്നു. ഓഫേട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ചിക്കൻ പോള. അപ്പോൾ എന്താ പറയുക, നമ്മൾ വീട്ടിലുള്ള സാധനം തന്നെ ആവശ്യമുള്ളൂ. ബ്രെഡും ചിക്കനും പിന്നെ ഒരു 4 മുട്ടയും, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു പോള റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ, നമുക്ക് ചിക്കൻ ബോൺലെസ് ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ല. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ലെഗ്സും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കറിയിലൊന്നും ഇട്ടാൽ ലെഗ് പീസൊന്നും ആരും കഴിക്കില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലോട്ട് ഇതാ കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി നമ്മൾ എത്ര ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടേന്. പിന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നാലെല്ലാം നല്ലോണം ഒന്ന് എന്താ പറയുക ചിക്കനിലോട്ട് പിടിക്കും മസാല എല്ലാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ നല്ല തിളച്ച ഓയിലിലോട്ട് ചിക്കൻ പീസസ് ഇട്ടിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് വേണം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് ഇളക്കാണ്ട് വെക്കുക. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ടിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് ഞാനിതാ 2 ഫ്രൈ ചെയ്ത് എല്ലാം കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഓയിലോട്ട് തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് 2 പച്ചമുളക്, അത് പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇട്ടിട്ടുള്ള 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ. അത് ഇട്ടിട്ട് ആ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ ഒരു ബോണെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റുക ചെറിയ തീയിൽ. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് വഴറ്റുക. എന്നിട്ട് ലാസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓൾറെഡി എല്ലാം എന്താ പറയുക കുക്കായതാണ് ഈ ചിക്കനും എല്ലാം. ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് അടുത്തത് ബ്രെഡ് എടുക്കുക. എന്നിട്ട് 4 സൈഡും ഒന്ന് എന്താ പറയുക കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാൻ നോക്കുക. അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക.
ഇനി നമ്മളിതാ ഇത് റെഡിയാക്കുന്ന പാത്രം ഒന്ന് ചൂടാക്കി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യുണ്ടല്ലോ RKG അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ളൊന്ന് ചുറ്റിച്ച് അതിൻ്റെ എല്ലാ സൈഡും നെയ്യൊന്ന് സ്പ്രെഡാക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്ന് ഈ മുട്ടൻ്റെ ഇതിലേക്കൊന്ന് മുക്കിയെടുക്കുക നല്ലോണം. എന്നിട്ട് ഈ ചെമ്പിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്യാപ്പിലുള്ള ഭാഗം നമ്മൾ ബ്രെഡിൻ്റെ കഷ്ണം വെച്ച് ഇതെല്ലാം ക്ലോസ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. അതെല്ലാ സൈഡും ഒരേപോലെ എന്താ പറയുക എത്തണം. നമ്മൾ ഏത് ഭാഗം കട്ട് ചെയ്തിട്ട് തിന്നുമ്പോഴും ആ ഭാഗത്തെല്ലാം ഫില്ലിംഗ് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ വെച്ച് കൊടുക്കുക നിറയെ. ഇനി ഇതാ ഫില്ലിംഗ് എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വീണ്ടും ഇതെല്ലാം ഒന്ന് കവർ ചെയ്യാം. തീരെ ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. ബ്രെഡിൻ്റെ ചെറിയ പീസെല്ലാം വെച്ചിട്ട് എല്ലാ ഭാഗവും ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് മുട്ടൻ്റെ ഇത് ബാക്കിയുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. ആ ഒരു എല്ലാം ഒന്ന് ഫില്ലാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ക്ലോസ് ആയിട്ടിരിക്കാൻ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാം ഒന്ന് കവറായിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റ് 2 സൈഡും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ പറയുക കരിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഞാനൊന്ന് മൂടി ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഒരു ഭാഗമെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മേലെ കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുക്കാം. കുറച്ച് RKG ഇട്ടിട്ട് ഒന്ന് തിരിച്ചിടുക. അപ്പോൾ 2 സൈഡും കുക്കാവാൻ വേണ്ടിയിട്ട് ഇതാ ആദ്യത്തെ ഭാഗം ഇതാ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് തിരിച്ച് ആ ചെമ്പിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഭാഗ്യം കറക്റ്റ് വീണ്. ഇനിയിപ്പോൾ ഇതാ മറ്റേ സൈഡും ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് 2 സൈഡും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ചിക്കൻ ബ്രെഡ് എഗ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ നല്ല അടിപൊളിയാണ്. ഫില്ലിങ് എന്താ പറയുക നല്ല ടേസ്റ്റ് ആണെങ്കിൽ തന്നെ എല്ലാ സ്നാക്സും കഴിക്കാനും നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാം കിടക്കുന്നത് നമ്മളെ ഫില്ലിങ്ങിൻ്റെ മേലെ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പോൾ ഇതാ ചായ റെഡിയാക്കട്ടെ. അപ്പോൾ ഇതാ മരുമോന് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സ്പെഷ്യൽ എന്നല്ലോ. അപ്പോൾ ഞാനിതാ ചായയും കൂടി റെഡിയാക്കിയിട്ട് ഇതൊന്ന് കഴിക്കാം. അപ്പോൾ ചായയിൽ ഞാനിതാ സ്പെഷ്യലായിട്ട് 2 കുങ്കുമം ഉണ്ടല്ലോ സാഫ്രോൺ, അതും പിന്നെ ഒരു ഏലക്കായ, ഒരു ഗ്രാമ്പൂ, ഒരു പട്ട ഇതെല്ലാം ഇട്ടിട്ട് ഒരു മസാല ടീ റെഡിയാക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടും ഞാൻ വിചാരിച്ച് പതച്ചെല്ലാം ഒന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാസ് ഒന്ന് ക്ലീൻ ആക്കാനുള്ള പണി. അങ്ങനെ ഇതാ നമ്മുടെ ചായയും കടിയെല്ലാം റെഡി ആയിട്ടുണ്ട്.
തിന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. അങ്ങനെ നമ്മൾ അടിപൊളി ബ്രെഡ് ചിക്കൻ എഗ് പോളി റെഡിയായി. നമ്മൾ ചായയും കുടിച്ചു. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഇനിയും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.